പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞിരത്തമ്മോട് പുമ്മറ്റം റോഡിലാണ്. ഈ റോഡിൻ്റെ പണി നടക്കുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ബഹുമാനപ്പെട്ട പുതുപ്പള്ളി MLA അറിയണം, പുതുപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അറിയണം, പുതുപ്പള്ളിക്കാർ മുഴുവൻ അറിയണം. കാരണം ഇതിൻ്റെ അധികാരികളെല്ലാം അറിയണം. അതൊരു അനാസ്ഥയുടെ കാര്യമാണ്. ഈ വഴിയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പെല്ലാം പല സ്ഥലത്തും പൊട്ടിക്കിടക്കുന്നുണ്ട്. അതായത് വർഷങ്ങൾക്ക് മുമ്പിട്ടിരിക്കുന്ന പൈപ്പുകളാണ്. അതുപോലെ ജലജീവൻ്റെ ഉണ്ട്. എന്നാൽ ഈ വഴിയുടെ പണി ഏറെക്കുറെ പൂർത്തിയാക്കുകയാണ്. ടാറിങ്ങും തുടങ്ങാൻ പോവാണ്. 4-5 മാസമായിട്ട് വാട്ടർ അതോറിറ്റി ഇവർ വിളിച്ച് പറഞ്ഞാണ്, ഈ റോഡ് പണിയുന്ന കോൺട്രാക്ടർമാരും ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികൾ മുഴുവൻ പറഞ്ഞതാണ്, ഈ പൈപ്പ് മാറിയിടണം, അല്ലെങ്കിൽ ടാറിങ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരു കാരണവശാലും വെട്ടിപ്പൊട്ടിക്കാൻ സംഭവം. പക്ഷേ ഇതുവരെ അവർ വന്നിട്ടില്ല. ഏറെക്കുറെ അടുത്ത ആഴ്ച ടാറിങ് തുടങ്ങാൻ പോവാണ്. അതിന് മുമ്പ് ഈ പൈപ്പ് ഇട്ടില്ലെങ്കിൽ ഇത് ടാറിങ് കഴിഞ്ഞിട്ട് പൈപ്പ് പൊട്ടിക്കാനോ അല്ലെങ്കിൽ ഈ വഴി പൊട്ടിക്കാനോ ഈ ഭാഗത്തേക്ക് നിങ്ങൾ വന്നേക്കരുത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ നല്ല ശക്തമായ പ്രതിഷേധമായിട്ട് വരും. അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തുകയാണ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണുക. ഇത് പുതുപ്പള്ളി കാഞ്ഞിരത്തമ്മോട്. ഇവിടെ നിന്നാണ് റോഡ് ആരംഭിക്കുന്നത്. മാങ്ങാനം കലിങ്കിന് സമീപമാണ് ഈ റോഡ് ചെന്ന് കയറുന്നത്. പുമ്മറ്റം വഴി ഏറെക്കുറെ 2 കിലോമീറ്റർ താഴെ മാത്രമുള്ള ഒരു റോഡാണ് ഇത്. 3 കോടി രൂപ സംസ്ഥാന സർക്കാർ മുടക്കി BMBC നിലവാരത്തിലാണ് ഇതിൻ്റെ പണി നടക്കുന്നത്. ഏറെക്കുറെ 4-5 മാസമോളമായി ഈ റോഡ് പണി ആരംഭിച്ചിട്ട്. ഈ റോഡിൽ ഒരുപാട് കടമ്പകളുണ്ട്. കാരണം ഇവിടെ 2-3 കലിങ്ങിൻ്റെ പണിയുണ്ട്. അതുപോലെ തന്നെ റോഡിൽ ഓടകൾ നിർമ്മിക്കണം. അതുപോലെ പുമ്മറ്റ ഭാഗത്ത് റോഡ് ചാല ഉയരത്തിലാണ്. അപ്പോൾ അവർ മണ്ണ് ലെവൽ ചെയ്ത് റോഡ് ഒരുപോലെ ആക്കാൻ വേണ്ടി അതിനുമൊക്കെ ഒരുപാട് സമയമെടുത്തു. അതുപോലെ മാങ്ങാനം കലിങ്ങിൻ്റെ അവിടുന്ന് ഇങ്ങോട്ടുള്ള റോഡ്, പുമ്മറ്റത്തേക്ക് വരുന്ന റോഡിൽ 1-2 നല്ല വളവുകളൊക്കെ ഉണ്ട്. ആ വളവിൻ്റെ അവിടെയൊക്കെ വീതി കുറവായിരുന്നു. അപ്പോൾ അവിടെ 2 വീട്ടുകാർ, അതിന് തൊട്ട് സമീപം താമസിക്കുന്ന 2 വീട്ടുകാർ സ്ഥലം ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തു. 2-3 വീട്ടുകാരുണ്ട്. അവർ ഫ്രീ ആയിട്ട് സ്ഥലം വിട്ടുകൊടുക്കുകയും PWD അവിടെ തന്നെ കെട്ടി നല്ല ബലവത്താക്കുകയൊക്കെ ചെയ്തു. അതാണ് ഓടയുടെ നിർമ്മാണമൊക്കെ നടന്നിരിക്കുന്നത്. ഇത് ഒരാഴ്ച മുമ്പത്തെ വീഡിയോ ആണ്. ഇത് നല്ല സ്പീഡിലാണ് പണി നടക്കുന്നത്. അപ്പം ഇന്ന് ഏറെക്കുറെ ഒരു 4-5 JCB എങ്കിലും ഇന്ന് അവിടെ റോഡിലുണ്ട്. അതും ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് ഞാൻ ഒരാഴ്ച മുമ്പ് ഈ റോഡിൻ്റെ പണിയുടെ വീഡിയോ എടുത്തതാണ്. അപ്പം നല്ല സ്പീഡപ്പിൽ തന്നെയാണ് പണി പോകുന്നത്. അപ്പം ഞാനവിടെ ചെല്ലാൻ കഴിഞ്ഞ് ഒരുപാട് ആൾക്കാർ, പൊടിശല്യം കാരണം ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് ഇതിൻ്റെ പണി ഇപ്പം നടക്കുന്നില്ലെന്നും പറഞ്ഞ് അതിനുവേണ്ടിയാണ് ഞാൻ ചെന്നത്. അന്നേരത്തേന് ഇതെല്ലാം ഈ കല്ലുകൊക്കെ പണിതാൽ ഇത്ര ദിവസം കഴിഞ്ഞ് അത് പൊളിക്കാവുള്ള അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടെ ഒരു ബ്രേക്കപ്പ് വരും. അപ്പം ഞാൻ എൻ്റെ കോൺട്രാക്ടറുമായിട്ട് സംസാരിച്ചായിരുന്നു. കോൺട്രാക്ടർ ജിനു എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്കറിയാം, ഈ പ്രശ്നങ്ങൾ മുഴുവൻ അറിയാം. അപ്പോൾ അത്രയും പെട്ടെന്ന് ഇത് സ്പീഡപ്പ് ആക്കാനുള്ള പണികളെല്ലാം അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തൊട്ട് മണ്ണെടുത്തൊക്കെ റോഡ് ലെവൽ ചെയ്യുമ്പോഴത്തേന് അതിൻ്റേതായിട്ടുള്ള താമസമൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു സൈഡെങ്കിലും മൊത്തം ടാർ ചെയ്ത് മാറിയാലേ അവർക്ക് മറ്റേ സൈഡിലേക്ക് പണി ആരംഭിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരു സൈഡിൽ കൂടെ വാഹനങ്ങളൊക്കെ കടന്നു പോവുകയും ചെയ്യാം. ജനങ്ങൾ കാഴ്ചക്കാരല്ല, കാവൽക്കാരാണ്. റോഡ് അണ്ടർ റണ്ണിംഗ് കോൺട്രാക്റ്റ് 31/8/2025 മുതൽ 30/8/2026 വരെ. PWDയെ സംബന്ധിച്ചും ഏറ്റെടുത്ത കോൺട്രാക്ടറെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് അവർക്ക് പണി പൂർത്തിയാക്കാനാണ് അവർ നോക്കുന്നത്. അപ്പം ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ ജലജീവൻ മിഷൻ്റെ പൈപ്പ് കിടക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ റോഡ് താക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേന് ഈ പൈപ്പെല്ലാം വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇവരൊരു 4 മാസം മുമ്പ് തൊട്ട് PWD പറഞ്ഞതാണ്, ഈ റോഡ് പണി നടക്കുകയാണ്, അതുകൊണ്ട് ഇവിടുത്തെ പൈപ്പുകളെല്ലാം മാറ്റി സ്ഥാപിച്ചില്ലെങ്കിൽ ഇത് ടാറിങ് കഴിയുമ്പോഴത്തേന് റോഡിൻ്റെ സൈഡ് തീർത്തല്ലേ ഇവർ ടാർ ചെയ്യുന്നത്. ആ സമയത്ത് ഈ പൈപ്പെല്ലാം പിന്നീട് വന്ന് ഇടാനൊന്നും പറ്റുന്ന കാര്യമല്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പൈപ്പിൻ്റെ പണി പൂർത്തിയാക്കണമെന്നും പറഞ്ഞ് ഇതിന് വാട്ടർ അതോറിറ്റിക്ക് ഈ റോഡ് കൈമാറിയതാണ്. അതിൻ്റെ ബോർഡും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. ടാറിങ്ങിന് മുമ്പ് പൈപ്പിൻ്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടിയാണ് വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയത്. എന്നാൽ 4-5 മാസമായിട്ട് അവർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. അപ്പം കോൺട്രാക്ടറും ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളും മുഴുവൻ അവരുമായിട്ട് സമീപിച്ചു. എന്നിട്ടൊന്നും യാതൊരു നടപടി ആയിട്ടില്ല.
ഇനിയിപ്പം അടുത്ത ആഴ്ച ഇവരെ സംബന്ധിച്ച് നാട്ടുകാരുടെ ഒരുപാട് പ്രതിഷേധമുണ്ട്. കാരണം പൊടിശല്യമുണ്ട്. അതുപോലെ പുതുപ്പള്ളിയിൽ നിന്ന് പയ്യപ്പാടി സ്ഥലത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കോട്ടയത്ത് എത്താവുന്ന ഒരു വഴിയാണിത്. അപ്പോൾ അവർ വേണം ഇപ്പം പുതുപ്പള്ളിക്കവല വഴിയൊക്കെ വേണം കറങ്ങി വരാൻ വേണ്ടി. അപ്പോൾ അത് കാരണം കോൺട്രാക്ടറെ സംബന്ധിച്ച് ഒരുപാട് പരാതികളൊക്കെ ഉണ്ട്. അവർ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണിയൊന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ടാറിങ് ഏറെക്കുറെ അതിനുള്ള പണികളെല്ലാം ഇന്നിപ്പോൾ 4-5 ഞാൻ പറഞ്ഞില്ല 4-5 JCBയും അതുപോലെ പണിക്കാരും ഉണ്ട്. ആ വീഡിയോ കൂടെ നിങ്ങളെ കാണിക്കാം. അത്രയും പേര് ഇതിനകത്ത് പണിയുന്നുണ്ട്. അന്നേരത്തിന് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി പൂർത്തിയാക്കി ടാർ ചെയ്യാൻ വേണ്ടിയാണ് അവരിയ്ക്കുന്നത്. എന്നാൽ ഇതിൻ്റെ സമയത്തൊന്നും ഈ വാട്ടർ അതോറിറ്റി ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കുന്നില്ലെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു അനാസ്ഥയാണ്. ഇതാണ് പുമ്മറ്റം ജംഗ്ഷൻ. ഇവിടെ നിന്നാണ് ഈ റോഡ് കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു കലുങ്കിൻ്റെ പണിയാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം റോഡ് തുറന്നു കൊടുത്തിട്ടില്ല. ചെറുവാഹനങ്ങളൊക്കെ അത്യാവശ്യമൊക്കെ കടന്നു പോകുന്നെങ്കിൽ ഈ ഭാഗം മുഴുവൻ ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ. അപ്പോൾ ഇതിൻ്റെ സൈഡിലത്തെ ഓടയുടെയും അതുപോലെ സൈഡിലെ വാളിൻ്റെയൊക്കെ പണിയൊക്കെ ബലവത്താക്കാനും ഒക്കെ ആയിട്ടുള്ള പണികളെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് താമസം വന്നിരിക്കുന്നത് ഒരുപാട്. അപ്പം ഞാൻ മിക്ക ദിവസവും ഈ റോഡിൽ പോവുകയും ചെയ്യും. ഇവിടുത്തെ ഇതിൻ്റെ പണി നടക്കുന്നതും കോൺട്രാക്ടറുമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് റോഡിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാൻ പറ്റിയത്. ഞാൻ ഇന്ന് ഇവിടെ ചെന്നപ്പോൾ തന്നെ കോൺട്രാക്ടറെ വിളിച്ചായിരുന്നു. പണിക്കാരോടും എല്ലാം ചോദിച്ചായിരുന്നു. അന്നേരം അവർ പറഞ്ഞു ജൽജീവൻ്റെ ഇപ്പം സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും ജൽജീവൻ്റെ വർക്കുകൾ മുഴുവൻ നിന്നിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് MLAയും പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് അധികാരികളും എല്ലാം ചേർന്ന് ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. കാരണം ജൽജീവൻ്റെ കോൺട്രാക്ട് ഇട്ടിട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അവർ ബാക്കി പണി ചെയ്യാൻ തോന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ ടാറിങ് തീരുന്നിടം വരെ ഉള്ള പൈപ്പിൻ്റെ പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ ടാറിങ് കഴിയുമ്പോഴത്തേന് സാധാരണ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നതാണ്. ടാറിങ് കഴിയുമ്പോഴത്തേനാണ് ചുണ്ടനും കാച്ചിച്ചുകൊണ്ട് ഇവർ വരുന്നത് റോഡ് വെട്ടിപ്പൊളിക്കാൻ വേണ്ടി. അത് ഒരു കാരണവശാലും അനുവദിക്കരുത്. കാരണം ജനങ്ങൾക്ക് ഒരു ശാപമോഷം കിട്ടിയ പോലെ ഒരു റോഡാണ്. എത്രയോ വർഷങ്ങളായിട്ട് തകർന്നു കിടന്ന റോഡാണ്. തെണ്ടി സൈഡിലെല്ലാം കോൺക്രീറ്റിൻ്റെ വാളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല വീതിയായിട്ടുണ്ട്. ഒരു സ്ഥലമൊക്കെ വിട്ടുകൊടുത്തുകൊണ്ട് ഈ ഭാഗത്തൊക്കെ ഇപ്പം നല്ല വീതിയായിട്ടുണ്ട്. അപ്പോൾ ഈ വഴി ഇങ്ങനെ ഇപ്പോൾ 4-5 മാസമായിട്ട് ഇവിടുത്തെ ജനങ്ങളും വളരെ ദുരിതത്തിലാണ്. കാരണം ഇവിടെയുള്ള വീട്ടുകാരും എല്ലാം ഉണ്ട്. ഇവിടെയെല്ലാം പൈപ്പ് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. സൈഡിൽ റോഡിൻ്റെ സൈഡിൽ പൈപ്പ് കേബിൾ ലൈൻ അടക്കം എല്ലാം ഉണ്ട്. ഇവരോട് ആരോടും പറഞ്ഞ് ഇത് മാറ്റി കൊടുക്കുന്ന പരിപാടി ഇവർക്കില്ല. ഇത് പണി തീർന്നു കഴിയുമ്പോഴത്തേന് അവർക്ക് എളുപ്പമുണ്ടല്ലോ, വെട്ടിപ്പൊളിക്കാൻ പിന്നെ എളുപ്പമുണ്ടല്ലോ. അതുകൊണ്ടാണ് അവർ ഇത് കഴിഞ്ഞിട്ട് നോക്കി നിൽക്കുകയാണ്. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു ശാപമാണ് ഇത്. റോഡ് പണി തീർന്നു കഴിഞ്ഞ് പിന്നെ ഇത് പൊട്ടിക്കുക എന്ന് പറയുന്നത്. ഇവിടെയെല്ലാം ഇപ്പം ടാറിങ്ങിന് വേണ്ടി എല്ലാം സൈഡിലെല്ലാം മെറ്റീരിയൽ നിരത്തി. ഇതാണ് മാങ്ങാനം കലുങ്ക് ജംഗ്ഷൻ. കോട്ടയം കോഴഞ്ചേരി ഹൈവേയിലോട്ടാണ് ഈ റോഡ് വന്ന് കയറുന്നത്. ഇവിടം വരെയാണ് ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഇന്നത്തെ പണിയുടെ ദൃശ്യങ്ങളും കൂടെ കാണാം. കഴിഞ്ഞ ദിവസം കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട PA മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞായിരുന്നു ഇതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ റോഡുകളൊക്കെ വെട്ടിപ്പൊളിക്കുമ്പോഴത്തേന് അതാത് സ്ഥലത്തെ MLAമാരും ജനപ്രതിനിധികളും ഒക്കെ ഇത് അറിയണം, അതിൽ അവരുടെ ശ്രദ്ധയപ്പെടുത്തണം എന്ന് പറഞ്ഞു. അല്ല ചുമ്മാ ഒന്നും വഴി വെട്ടിപ്പൊട്ടിച്ചിട്ട് പോകാൻ സമ്മതിക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ ഈ കാര്യത്തിൽ ഇതുപോലുള്ളൊരു തീരുമാനം ഉടനെ ഉണ്ടാകണം. ഇന്നലെ ഞാനൊരു തിരുവനന്തപുരം നഗരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു റോഡാണ്. ഞാൻ നോക്കുമ്പോൾ ആ റോഡ് ഇങ്ങനെ കീറിയിട്ടിരിക്കുക, പെട്ടെന്ന് കീറിയിട്ടിരിക്കുക. കീറിയിട്ടത് അടച്ചത് ശരിയായിട്ടില്ല. സ്കൂട്ടറും ഇരുചക്ര വാഹനങ്ങൾ പോകുന്നവർ വലിയ ബുദ്ധിമുട്ടിലാണ്. ഞാൻ അപ്പം തന്നെ ഉദ്യോഗസ്ഥരോട് അന്വേഷിച്ചപ്പോൾ ട്രാഫിക് സിഗ്നലിന് വേണ്ടി തിരുവനന്തപുരം നഗരത്തിലെ 3 ഇടങ്ങളിലെ റോഡ് കീറിയിരിക്കുക. ഒരു തരത്തിലും അത് അശാസ്ത്രീയമായി അങ്ങനെ കീറിയത് പിന്നെ അടക്കുന്നത് ശരിയല്ല എന്ന കർക്കശ നിലപാടെടുത്തു. ഇന്നലെ തന്നെ അത് പരിഹരിക്കണമെന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി ഒരു 12 മണിക്കുള്ളിൽ അത് പരിഹരിക്കുന്ന പറഞ്ഞു. 11:30 മണിക്ക് ഞാൻ ആ പ്രവൃത്തി നടക്കുന്നിടത്ത് പോയി നോക്കിയപ്പോൾ കാണുന്നത് സാർ, നമ്മളിത് കീറുന്നത് പോലെയല്ല അതിന്റെ പാച്ച് വർക്ക് നടക്കുന്നത്. ഇതൊരു പ്രശ്നമാണ്. ഇത് എല്ലാ വകുപ്പുകളുമായി ആലോചിച്ച് പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുന്നുണ്ട്. കുടിവെള്ള പ്രശ്നം, വൈദ്യുതി പ്രശ്നം, വൈദ്യുതി ലൈൻ, അതുപോലെ നമ്മുടെ വൈദ്യുതി പോസ്റ്റിന് വേണ്ടി കുഴിക്കൽ, ഈ പറഞ്ഞ ട്രാഫിക് സിഗ്നലിന് വേണ്ടി കുഴിക്കൽ, ഇതൊക്കെ കുഴിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡിലാണ്. പക്ഷെ അത് പഴയതുപോലെ ആവാത്ത സ്ഥിതിയാണ് ഇതിൽ പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിന്റെ പരിഹാരമായിട്ടാണ് ഇപ്പോൾ സ്മാർട്ട് റോഡ് സംവിധാനവും മറ്റ് ഡിസൈൻഡ് റോഡുകൾ സംവിധാനവും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കൂട്ടായി തന്നെ ആലോചിച്ച് ഓരോ നിയോജക മണ്ഡലത്തിലും നിയമസഭാ സാമാജികർ
ഇതുപോലെ റോഡുകൾ കുഴിക്കുമ്പോൾ അത് പെർമിഷനോട് കൂടിയാണോ, അല്ല നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ധാരണ പ്രകാരം വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടിയുള്ള ധാരണയുടെ ഭാഗമായിട്ടാണോ എന്നുള്ളൊരു പരിശോധന നടത്തിയിട്ട് മാത്രമേ അതിന് അനുമതി കൊടുക്കാൻ വേണ്ടി പാടൂ എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പുതുപ്പള്ളി MLA ചാണ്ടിയമ്മൻ എത്രയും പെട്ടെന്ന് ഈ ഒരു വകുപ്പുകളൊക്കെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്തില്ല, വാട്ടർ അതോറിറ്റിയും PWD ഒന്നും ചേർത്തില്ല. ഇതുണ്ട് ഇവിടെ എല്ലാം പൈപ്പിന്റെ പീസ് ഇതുണ്ട്, ലൈനൊക്കെ കിടക്കുകയാണ്. അതുപോലെ കേബിൾ ലൈൻ കിടക്കുന്നുണ്ട്, ഈ സൈഡ് മുഴുവൻ കിടക്കുന്നുണ്ട് പൈപ്പിന്റെ. ഇതുണ്ട് ഇവിടെ എല്ലാം ഈ ജലജീവന്റെ പൈപ്പാണ് ഈ കിടക്കുന്നത്, ഇതെല്ലാം പൊട്ടിക്കിടക്കുകയാണ്. അത് ടാറിങ് തീരുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ പൈപ്പിന്റെ പണി പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാം ഞാൻ ഉണ്ട്, ഒരുപാട് സ്ഥലത്തെല്ലാം കിടക്കുന്നുണ്ട്. ഇവിടെ JCB കൊണ്ട് എടുക്കുന്ന സമയത്തൊക്കെ ഈ പൈപ്പെല്ലാം പൊട്ടിപ്പോവും. അപ്പോൾ ഇത് പഴയ ടാറിങ് ആണ്, പണ്ട് കാലത്തെ ടാറിങ് ആണ്. അതെല്ലാം അവർ കുത്തിപ്പൊട്ടിച്ചിട്ടാണ്. നല്ല രീതിയിൽ തന്നെയാണ് BMBC നിലവാരത്തിലുള്ള ടാറിങ് അല്ല വരാൻ പോകുന്നത്. അപ്പോഴത്തേന് അതിനുള്ള പണികളെല്ലാം അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അനാസ്ഥ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഇന്ന് നടക്കുന്ന പണിയാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. ഇന്ന് എല്ലാ സ്ഥലത്തും ഉണ്ട് JCB അതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടം തൊട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പുമ്മറ്റം എത്തുണ്ട്, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാഞ്ഞിരത്തുമൂട് വരെ വർക്ക് നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് കഴിഞ്ഞ ദിവസം ആ കലിങ്ങിൻ്റെ അവിടുത്തെ പണിയാണ്. അവിടെ ഇപ്പം റോഡെല്ലാം കുറച്ചും കൂടെ പൊക്കുകയും കലിങ്ങിൻ്റെ അവിടെ തുറന്നു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഉടനെ ടാറിങ്ങിനുള്ള ഒരുക്കങ്ങളാണ്. ഇവിടെ ഇതുപോലെ തന്നെ ഒരുപാട് പൈപ്പ് ഈ സൈഡിൽ കൂടെ ഒക്കെ ഇനിയും കിടക്കുന്നുണ്ട്. അവരുടെ പണി തീർന്നിട്ട് ഈ റോഡ് പണി തീരുമെന്ന് തോന്നുന്നില്ല. ഇവിടെയൊക്കെ ടാറിങ്ങിനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ഈ സൈഡിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇനിയിപ്പം കുറച്ച് മുന്നോട്ട് ചെല്ലുന്നിടത്ത് ഈ ഭാഗത്ത് ഇവിടെയൊക്കെയാണ് കൂടുതൽ പൈപ്പ് കിടക്കുന്നത്, ജലജീവന്റെ പൈപ്പ് കിടക്കുന്നത്. ഉണ്ടോ, ഇതെല്ലാം ഈ JCB കൊണ്ട് ഇവരെടുത്ത സമയത്ത് താത്തപ്പഴത്തേന് കട്ടായി പോയതാണ്. ഇതൊന്നും ജോയിന്റ് ചെയ്തിട്ടില്ല. ഇവിടെ എല്ലാം കിടക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കണ്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാക്കണം. അല്ല വഴിപ്പണി തീർന്നു കഴിഞ്ഞിട്ട് പൈപ്പ് ഇടാൻ ഈ ഭാഗത്തേക്ക് വന്നേക്കരുത്. അതുപോലെ ഇവിടെ ഒരു കലിങ്ങിന്റെ പണി ഉണ്ടായിരുന്നു. ഈ കലിങ്ങിന്റെ പണിയാണ് ആദ്യം തീർന്നത്. ഇത് ഒഴിച്ചാൽ നിമിഷ സാധനം കൊണ്ട് പറ്റിപ്പോല്ലേ? അതെ, വൈറ്റിലും പൊടിശല്യം ഭയങ്കര അല്ലേ? അതെ. ഹലോ, ഈ റോഡിലെ പ്രധാനപ്പെട്ട ഒരു കലുങ്കാണ് ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട്. നമ്മൾ ഈ പൊക്കപ്പുറത്തു നിന്നൊക്കെ എല്ലാ സ്ഥലത്തു നിന്നും വെള്ളം ഇങ്ങോട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അത് കാരണമാണ് ഇവിടെ റോഡ് പൊക്കോണ്ടിരുന്നത്. എന്നാൽ ഈ സൈഡിലെല്ലാം ഓടകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടുന്ന് കാഞ്ഞിരത്തുമൂട് വരെയുള്ള ദൂരം റോളറും കൊണ്ട് ഇവർ മിറ്റിൽ ഉറപ്പിക്കുകയാണ് ടാറിങ്ങിന് വേണ്ടി. ഉണ്ട്, വലിയ മെഷീൻ ഉപയോഗിച്ച് ഇവിടെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഇവർ ടാറിങ്ങിൻ്റെ പണി ആരംഭിക്കും. പക്ഷേ വാട്ടർ അതോറിറ്റിയുടെ പണി നടന്നില്ലെന്നുണ്ടെങ്കിൽ ഇവർ ഇത് ചെയ്തതിൻ്റെ പ്രയോജനം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് MLAയും പഞ്ചായത്തും എല്ലാം ഇടപെട്ട് ഇതിനൊരു തീരുമാനം ഉടനടി ഉണ്ടാക്കണം. അവർ ടാറിങ് പണി അടുത്ത ആഴ്ചത്തേന് ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ റോഡ് പണി എല്ലാം നീളും. നമ്മുടെ ഒന്നും ഒരു റോഡും നന്നാകാൻ ആരും സമ്മതിക്കത്തില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി നിങ്ങളോട് പറയുന്നത് പുതുപ്പള്ളിയിലെ 3/4 കിലോമീറ്റർ താഴെ മാത്രം ദൂരമുള്ള നിലയ്ക്കപ്പള്ളി കുട്ടഞ്ചിറപ്പടി റോഡാണ്. 5 വർഷമായിട്ട് എങ്ങും എത്താത്ത ഈ അവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കഥകളുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം.